രാജ്യത്തെ പതിറ്റാണ്ടുകളോളം ഒരു കുടുംബത്തിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ ഭരിച്ച കോൺഗ്രസിൻ്റെ മഹാറാണി സോണിയാഗാന്ധിക്ക് ഇപ്പോൾ സ്വന്തം ചരിത്രം തന്നെ ഒന്ന് റീറൈറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയിരിക്കുന്നു. ഇറ്റലിയിലെ ബാല്യകാലം മുതൽ 10 ജൻപദിലെ അധികാര ഇടനാഴികൾ വരെ സ്നേഹത്തിൻ്റെ യാത്രയായി ചിത്രീകരിച്ച് ലോകം മുഴുവൻ കൊട്ടിഘോഷിച്ച് ഇറക്കാൻ വെച്ച ബിലോങ്ങിങ് എന്ന ആത്മകഥയുടെ കയ്യെഴുത്ത് കണ്ടപ്പോൾ സ്വന്തം പ്രസാധകരായ പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യക്ക് പോലും മനസ്സിലായി ഇതിൽ കുറച്ചധികം എഡിറ്റിംഗ് ആവശ്യമുണ്ടെന്ന്. പക്ഷേ രാജ്യത്തിൻ്റെ ഭരണഘടനയെ പോലും എഡിറ്റ് ചെയ്ത് കളയുന്ന കോൺഗ്രസ് ശൈലിയിൽ സ്വന്തം പുസ്തകത്തിൽ ഒരു കോമ പോലും എഡിറ്റ് ചെയ്യാൻ മാഡം സമ്മതിച്ചില്ല. അതോടെ പെൻഗ്വിൻ പുസ്തകം തന്നെ ഉപേക്ഷിച്ച് ഓടിക്കളഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുടുംബമഹത്വം വാഴ്ത്തിപ്പാടി എന്തൊക്കെ കെട്ടുകഥകൾ ഇറക്കിയാലും അതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാൻ പാവം വായനക്കാരൊന്നും ക്യൂവിൽ നിൽക്കുകയല്ല എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ പബ്ലിഷർമാർക്കും ബോധ്യമായിരിക്കുന്നു. വർഷങ്ങളോളം കസേരകളിലിരുന്ന് രാജ്യത്തെ വട്ടം കറക്കിയവരുടെ ഓർമ്മക്കുറിപ്പുകൾ പേജുകളിലേക്ക് പകർത്താൻ നോക്കിയപ്പോൾ പ്രസാധകർ തന്നെ എഡിറ്റോറിയൽ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഒരേ സമയം ചിരിയും പുച്ഛവുമാണ് വരുന്നത്. രാജ്യത്ത് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ ആത്മകഥയുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളാണ്. ബിലോങ്ങിങ് എ ജേർണി ഓഫ് ലവ് എന്ന് പേരിട്ടിരിക്കുന്ന ആ പുസ്തകം നവംബർ 10 വിപണിയിലെത്തിക്കാനാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. അമേരിക്കയിൽ ആൽഫ്രഡ് നോഫ് ആണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. 1,00,000 കോപ്പികളുടെ ആദ്യ പ്രിന്റ് തന്നെ അവർ പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ ഇത് കൊണ്ടുവരാൻ ഇരുന്നവരാണ് പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യ. ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് പെൻഗ്വിൻ ഇന്ത്യ ആ പുസ്തകത്തിന്റെ ഇന്ത്യൻ എഡിഷൻ പ്രസിദ്ധീകരിക്കില്ല. കാരണം മാനുസ്ക്രിപ്റ്റിന്റെ ഒരു ഭാഗത്ത് ചില എഡിറ്റോറിയൽ മാറ്റങ്ങളും ഡിലീഷനുകളും പബ്ലിഷർ ആവശ്യപ്പെട്ടു. ആ മാറ്റങ്ങൾ സോണിയാഗാന്ധി അംഗീകരിക്കാൻ തയ്യാറായില്ല. അതോടെ പെൻഗ്വിൻ പിന്മാറി. പെൻഗ്വിൻ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി പറഞ്ഞു, ഞങ്ങൾ ഈ പുസ്തകത്തിലെ ഇന്ത്യയിലെ പബ്ലിഷർ അല്ല എന്ന്. എഡിറ്റോറിയൽ മാറ്റങ്ങൾ നിരസിച്ചതുകൊണ്ടാണ് ഞങ്ങൾ പിന്മാറിയത് എന്ന് അവർ കൂട്ടിച്ചേർത്തു. എന്തായാലും ഇന്ത്യൻ എഡിഷൻ ഇപ്പോൾ അനാഥമായിരിക്കുകയാണ്. ഇതോടെ മറ്റൊരു അമേരിക്കൻ കമ്പനിയായ ഹാർപ്പർ കോളിൻസ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ ഈ പുസ്തകം കൊണ്ടുവരാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇത്രയും വലിയ ഒരു പ്രസാധകർ പോലും ഒരു പുസ്തകത്തിന്റെ ഇന്ത്യൻ പതിപ്പിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് എന്ന് ജനങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തങ്ങൾ എന്ത് എഴുന്നള്ളിച്ചാലും ആളുകൾ അത് വാങ്ങി പൂജിച്ചോളുമെന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ കിടിലൻ പണിയാണിത്. ചരിത്രമെന്നത് ഡയറിയിൽ തോന്നിയത് കുത്തിവരച്ചുണ്ടാക്കുന്ന ഒരു തറവാട്ട് സ്വത്തല്ല. ഇറ്റലിയിലെ ബാല്യകാലം മുതൽ ഇന്ത്യയുടെ പരമാധികാരം വരെ സ്വന്തം കാൽക്കീഴിലാക്കാൻ നോക്കിയവരുടെ ആത്മകഥ വിപണിയിൽ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയിലെ പ്രസാധകർ കൈവിടേണ്ടി വന്ന അവസ്ഥയേക്കാൾ വലിയൊരു രാഷ്ട്രീയ തമാശ വേറെ എന്താണുള്ളത്? ഇത് കേവലം ഒരു പുസ്തകത്തിന്റെ പ്രശ്നമല്ല, ഇത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ മനോഭാവത്തിന്റെ പ്രശ്നമാണ്. സ്വന്തം രാഷ്ട്രീയ ചരിത്രം വെള്ളപൂശാനും എതിരാളികളെ കരിവാരി തേക്കാനും വേണ്ടി മെനഞ്ഞെടുത്ത കഥകളുടെ കെട്ടഴിക്കാൻ നോക്കിയ ഇവർക്ക് ലഭിച്ച വലിയൊരു തിരിച്ചടിയായാണ് ഇതിനെ കാണേണ്ടത്. 2004 പ്രധാനമന്ത്രി പദം നിരസിച്ച ആ ത്യാഗത്തിന്റെ നാടകം മുതൽ പാർട്ടിയുടെ അകത്തളങ്ങളിൽ നടന്ന കറുത്ത കളികൾ വരെ ഈ പുസ്തകത്തിൽ എങ്ങനെ വളച്ചൊടിച്ചിട്ടുണ്ടാകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. പുസ്തകത്തിന്റെ പ്രൊമോഷണൽ കുറിപ്പിൽ പറയുന്നത്, എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒരുപാട് എഴുതപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അവരുടെ യഥാർത്ഥ മോട്ടിവേഷനും മനുഷ്യ സഹജമായ പരാജയങ്ങളും ആർക്കും മനസ്സിലായില്ല. 6 പതിറ്റാണ്ടായി ഞാൻ കണ്ട സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങളുടെ കഥയാണിത് എന്നൊക്കെയാണ്. എന്നാൽ ആ കഥയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത എന്താണ് ഉള്ളത് എന്നതാണ് പ്രസാധകർ ചോദിച്ച ചോദ്യം. ഒരു സാധാരണ എഴുത്തുകാരൻ പോലും എഡിറ്ററുടെ നിർദ്ദേശം അംഗീകരിക്കും. പക്ഷേ ഇവിടെ അധികാരത്തിന്റെ ഹുങ്കാണ് കാണുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനിറക്കുന്ന ഇത്തരം പുസ്തകങ്ങളിലെ ഓരോ വരിയും എഡിറ്റോറിയൽ ഫിൽറ്ററിൽ പോലും കടന്നുകൂടാത്തതാണ് എന്ന് തിരിച്ചറിയാൻ ജനാധിപത്യ സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കളെയും രൂക്ഷമായി വിമർശിച്ചും സ്വന്തം പാപക്കറകൾ കഴുകിക്കളയാൻ ശ്രമിച്ചും എഴുതപ്പെട്ട ഇത്തരം ആത്മകഥകൾ വെറുമൊരു രാഷ്ട്രീയ പ്രചാരണ ആയുധം മാത്രമാണ്. ഗാന്ധി കുടുംബത്തിന്റെ കാൽക്കൽ അടിമകളായി കഴിയുന്നവർക്ക് വേണമെങ്കിൽ ഇത്തരം പുസ്തകങ്ങൾ വാഴ്ത്തിപ്പാടാം. എന്നാൽ ഇന്ത്യൻ ജനത ഇതിനെ ഒരു പുച്ഛത്തോടെ മാത്രമേ നോക്കിക്കാണുകയുള്ളൂ. ചരിത്രം ഒരിക്കലും സോണിയാഗാന്ധിയുടെയോ കോൺഗ്രസ് കുടുംബത്തിൻ്റെയോ ഔദാര്യത്തിൽ നിലനിൽക്കുന്ന ഒന്നല്ല. അത് കോടിക്കണക്കിന് വരുന്ന ഭാരതീയരുടെ വിയർപ്പിലും പോരാട്ടങ്ങളിലും രൂപപ്പെട്ടതാണ്.
കോൺഗ്രസ് ഭരണകാലത്ത് നടന്ന അഴിമതികളുടെ കഥ, കൽക്കരി അഴിമതി, 2G, കോമൺവെൽത്ത്, ഇതിനൊക്കെ മറുപടി പറയാതെ എങ്ങനെയാണ് ഒരു ആത്മകഥ പൂർണ്ണമാകുന്നത്? അടിയന്തരാവസ്ഥയുടെ കറുത്ത ചരിത്രം, സിഖ് കൂട്ടക്കൊലയുടെ നോവ്, ഇതൊക്കെ ഈ പുസ്തകത്തിൽ എങ്ങനെയാണ് വെള്ളപൂശി എഴുതിയിരിക്കുന്നതെന്നറിയാൻ ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ട്. അതുകൊണ്ടാണ് പ്രസാധകർ പോലും ചോദിച്ചത് ഇതൊന്ന് തിരുത്തണമെന്ന്. എന്നാൽ തിരുത്താൻ തയ്യാറാകാത്ത ഈ ധാർഷ്ട്യം തന്നെയാണ് കോൺഗ്രസിനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ സ്വന്തം ഇമേജ് മാത്രം വലുതാക്കി കാണിക്കാൻ ശ്രമിച്ചാൽ ജനം അത് തിരിച്ചറിയും. ഈ തട്ടിപ്പുകളൊക്കെ വിപണിയിൽ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അത് പൊളിഞ്ഞു വീണത് രാജ്യത്തിൻ്റെ ഭാഗ്യമായിട്ടാണ് നാം കാണേണ്ടത്. സ്വന്തം മടിയിലെ കറുത്ത അലങ്കാരങ്ങൾ മറച്ചു പിടിക്കാൻ പാടുപെടുന്നവർക്ക് ചരിത്രം തന്നെ കൃത്യമായ മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അധികാരത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ ഇരുന്നു കൊണ്ട് നാടിനെ കൊള്ളയടിച്ചും കുടുംബാധിപത്യം നടപ്പിലാക്കിയും കളിച്ച കളികളൊക്കെ ഇനി പുസ്തകങ്ങളിൽ വെള്ളപൂശി എഴുതിയാൽ ജനം അത് വിശ്വസിക്കുമെന്ന് കരുതുന്നത് വെറും വിഡ്ഢിത്തമാണ്. പ്രസാധകർ പോലും ഈ പുസ്തകത്തിന്റെ ഒരു ഭാഗം എഡിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അത് രചയിതാവ് അംഗീകരിച്ചില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതിന്റെ ഉള്ളടക്കം എത്രത്തോളം വിവാദപരമാണ് എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അപ്പോൾ തോന്നുന്ന കഥകളും കെട്ടുകഥകളും കോർത്തിണക്കി ഒരു ജീവചരിത്രം ഉണ്ടാക്കിയാൽ അത് ചരിത്രമാകില്ല, വെറും പുരാണകഥ മാത്രമായി മാറും. ഇന്ത്യൻ ജനതയെ കബളിപ്പിക്കാമെന്ന് എക്കാലത്തും വ്യാമോഹിച്ച കോൺഗ്രസ് നേതൃത്വത്തിന് ഈ സംഭവം വലിയൊരു പ്രഹരമായി മാറിയിരിക്കുകയാണ്. പബ്ലിസിറ്റിക്കും അന്താരാഷ്ട്ര തലത്തിലുള്ള തള്ളലുകൾക്കും വേണ്ടി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെല്ലാം ഇപ്പോൾ സ്വന്തം കഴുത്തിൽ തന്നെ കുരുക്കായി മാറിയിരിക്കുന്നു. സ്വന്തം പിഴവുകളും രാഷ്ട്രീയ തോൽവികളും മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള കുൽസിത ശ്രമങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ ലക്ഷ്യമിട്ടിരുന്നത് എന്ന് ആക്ഷേപം ഉയരുമ്പോൾ സത്യം എപ്പോഴെങ്കിലും പുറത്തു വരുമെന്ന് ഉറപ്പാണ്. അത്തരത്തിലുള്ള ഒരു സത്യത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ് പെൻഗ്വിൻ ഇന്ത്യ പോലെ ഒരു വലിയ പ്രസാധകർക്ക് പോലും ഈ പുസ്തകം ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ചരിത്രം എന്നത് ആരുടെയും തറവാട്ട് സ്വത്തല്ല, അത് ഓരോ പൗരന്റെയും അവകാശമാണ്. അതിനെ വളച്ചൊടിക്കാനും സ്വന്തം കുടുംബത്തിന്റെ മഹത്വം പാടി നടക്കാനും നോക്കുന്ന ഇത്തരം ആത്മകഥകൾ ചവറ്റുകുട്ടയിൽ തന്നെയാണ് വീഴേണ്ടത്. ഭാരതീയർ ഇത്തരക്കാരുടെ കാപഢ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്തൊക്കെ കള്ളക്കഥകളുമായി ഇവർ രംഗപ്രവേശം ചെയ്താലും ജനം അത് പുച്ഛിച്ചു തള്ളുകയുള്ളൂ. അപ്പോൾ ഈ ഇറ്റലിക്കാരിയുടെ കെട്ടുകഥകൾ കൊണ്ട് ഇന്ത്യയുടെ ചരിത്രം മാറ്റിയെഴുതാമെന്ന് കരുതിയവർക്ക് പെൻഗ്വിൻ കൊടുത്ത നല്ല ഒന്നാന്തരം മറുപടി എങ്ങനെയുണ്ട്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.